കോൺഗ്രസിനകത്തെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വ്യക്തമാക്കുന്നതാണല്ലോ ഇത്. ഈ കപ്പിത്താനും ഒക്കെ ദുർബലമായി തകർന്ന ഒരു കപ്പൽ പോലെയാണ് ഇന്ത്യയിലാകെ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന കോൺഗ്രസ്. ഇന്ത്യ മുന്നണിയെപ്പോലും തകർക്കുകയാണ്. കപ്പിത്താൻ തന്നെ കപ്പലിനെ തകർക്കാൻ ശ്രമിച്ചാലോ? അതാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അപ്പോൾ കപ്പിത്താൻ തന്നെ ആ കപ്പലിനെ തകർക്കാൻ ശ്രമിക്കുന്നു. ആ കപ്പലിൻ്റെ അകത്ത് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരാണല്ലോ കേരളത്തിലെ UDF-ഉം കോൺഗ്രസും. അവർ സ്വന്തം സംസ്ഥാനത്തെ തന്നെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. അതുകൊണ്ട് സ്വന്തം ഒരു MP, ആ MP-യുടെ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഇപ്പോൾ ശ്രീ ശശി തരൂർ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അദ്ദേഹം എടുക്കുന്ന എല്ലാ രാഷ്ട്രീയ നിലപാടുകളെയൊന്നും അല്ല ഞങ്ങൾ പിന്തുണയ്ക്കുന്നത്, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ അല്ല. പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ചിലത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ ആ നല്ലതായിട്ടുള്ള ഒരു വസ്തുതയെ സംബന്ധിച്ച് പറയുകയല്ലാതെ ഉടനെ ആ പറഞ്ഞ കോൺഗ്രസ് നേതാവിനെ തന്നെ മോശപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം. അതാണിപ്പോൾ ശ്രീ MM ഹസൻ പറഞ്ഞത്. അദ്ദേഹത്തിന് ശശി തരൂരിനെ ദുർബലപ്പെടുത്തി ആ സ്ലോട്ടിലൂടെ സ്വന്തം ഗുണമുണ്ടാക്കാനായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പ് രാഷ്ട്രീയമായിരിക്കും. പറഞ്ഞ സത്യമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നല്ലതാണ്. ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് എതിർപ്പുണ്ടെന്ന് പറയാമല്ലോ UDF-ന്. അതാണിപ്പോൾ നടക്കുന്നത്.